ശരീരത്തിലെ കോശങ്ങളിലെ DNA-യുടെ ഒരു പ്രധാന ഘടകമാണ് പ്യൂരിൻ. കോശങ്ങൾ നശിക്കുമ്പോൾ അതിലെ പ്യൂരിൻ വിഘടിച്ചാണ് ശരീരത്തിൽ പ്രധാനമായും യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. കൂടാതെ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ വിഘടിച്ച് പ്യൂരിൻ ഉണ്ടാവുകയും അതിൽ നിന്ന് ധാരാളം യൂറിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതും യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇത്തരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ ഗൗട്ട്, വൃക്കയിലെ കല്ല് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. ശരീരത്തിൽ അധികമായ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായി കാലിൻ്റെ പെരുവിരലിലെ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു. ഇതുമൂലം കഠിനമായ വേദന അനുഭവപ്പെടും. നീർക്കെട്ടും വിരലനക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകാം. പെരുവിരലിൽ നിന്ന് ഉപ്പുറ്റി, കൈത്തണ്ട, വിരലുകൾ എന്നിവയിലേക്കും വ്യാപിക്കാം. ഇതാണ് ഗൗട്ട്. യൂറിക് ആസിഡ് വളരെ കൂടുതലായാൽ വൃക്കയിൽ കല്ല്, വൃക്കസ്തംഭനം എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിനാൽ മാംസം, കൊഴുപ്പ്, വിവിധയിനം ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ബ്രെഡ്, ബിയർ, മദ്യം, കേക്ക്, കോള, ടിന്നിൽ വരുന്ന ജ്യൂസ് എന്നിവ അധികം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ മിതമായ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അധികമായ യൂറിക് ആസിഡ് മൂലം ഗൗട്ട് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഡയറ്റിൽ ഉറപ്പായും നേന്ത്രപ്പഴം ഉൾപ്പെടുത്തണം. പ്യൂരിൻ അളവ് വളരെ കുറഞ്ഞ പഴം ആരോഗ്യത്തിനും നല്ലതാണ്. വൈറ്റമിൻ എ, ബി, പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയ നേന്ത്രപ്പഴം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അടുത്തത് ആപ്പിൾ. ഫൈബർ ധാരാളം അടങ്ങിയ ആപ്പിൾ യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. വൈറ്റമിൻ സി ധാരാളമുള്ളതിനാൽ ആപ്പിൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ്. അടുത്തത് കോഫി. കോഫി കുടിക്കുന്നത് ഗൗട്ട് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നല്ലതാണെന്ന് അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട്. അടുത്തത് ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് വിഭാഗത്തിൽപ്പെട്ട പഴങ്ങൾ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തത് ഗ്രീൻ ടീ. ദിവസവും ഗ്രീൻ ടീ കുടിക്കുന്നതും യൂറിക് ആസിഡിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാനായി ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി നിങ്ങൾക്ക് യൂറിക് ആസിഡ് മൂലം മുട്ടുവേദന, നടക്കാൻ കഴിയുന്നില്ല, സന്ധിവേദന തുടങ്ങിയ പ്രയാസങ്ങൾ കുറയ്ക്കാനായി ഇതുപോലെ നല്ലൊരു ഹോം റെമഡിയും തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായി 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒന്നാമത്തത് അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം. 1 ടീസ്പൂൺ അയമോദകം എടുക്കുക. യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അജ്വൈൻ. ഇത് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ അജ്വൈന് ഡയൂററ്റിക് ഗുണങ്ങളുമുണ്ട്. ഇത് കൂടുതൽ മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ സഹായിക്കും. മൂത്രത്തിലൂടെ ശരീരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ പുറത്തു പോകാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി. 1 ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്ത ഇഞ്ചി എടുക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് ഇഞ്ചി. ഇഞ്ചിയിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാണപ്പെടുന്നു. ഇനി 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ പറഞ്ഞ 1 ടീസ്പൂൺ അജ്വൈനും 1 ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്ത ഇഞ്ചിയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. 1 ഗ്ലാസ് വെള്ളം അര ഗ്ലാസ്സായി മാറുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. കുടിക്കാവുന്ന ചൂടിൽ 1 ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. അതിനുശേഷം കുടിക്കുക. ഈ ഡ്രിങ്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപായി കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കുടിക്കുക. 21 ദിവസം കുടിക്കണം. അതിനുശേഷം നിർത്താവുന്നതാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം നിർദ്ദേശിച്ച അളവിൽ മാത്രം ഉപയോഗിക്കുക. ഈ ഡ്രിങ്ക് കുടിക്കുന്നത് മൂലം സന്ധികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അലിഞ്ഞു പോകാനിടയാകും. പതുക്കെ പതുക്കെ വേദനയും കുറയാൻ സഹായിക്കും. ചെറിയ ചൂടിലാണ് ഈ വെള്ളം കുടിക്കുന്നതെങ്കിൽ അല്പം എരിവ് പോലെ തോന്നും. കാരണം ഇഞ്ചിയുടെ നീരും അജ്വൈനുമാണ് തിളപ്പിക്കുന്നത്. നല്ലതുപോലെ തിളപ്പിച്ച് ഒരുവിധം വറ്റിച്ചാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് നല്ല കോൺസെൻട്രേഷൻ കാണും. ചെറിയ ചൂടിൽ നിങ്ങൾക്ക് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ തണുത്തതിന് ശേഷം ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്